ഹായ് ഓൾ, നമ്മുടെ മിഷൻ കാക്കി 150 ഡേ ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കേരള PSC യൂണിഫോം ജോലികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ കോച്ചിങ് പ്രോഗ്രാമാണ് നമ്മുടെ മിഷൻ കാക്കി എന്ന് പറയുന്ന 150 ഡേ ചലഞ്ച്. ഇത് പെയ്ഡ് ക്ലാസ് ഒന്നുമല്ല, തീർത്തും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ ഫുൾ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ എഫേർട്ട് മാത്രം നിങ്ങളിവിടെ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ജോലി വേണമെന്നുള്ളൊരാഗ്രഹം അതുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന എല്ലാ എക്സാംസും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ SCERT പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ PSC പഠിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്കുണ്ട് അല്ലേ, അത് കിട്ടിയതുകൊണ്ട് നിങ്ങളെ റാങ്കിലോട്ട് മുന്നിലോട്ട് എത്തിക്കത്തില്ല. അപ്പോൾ മറ്റാൾക്ക് കിട്ടാത്തൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണമെങ്കിൽ SCERT പോർഷൻസൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഏറ്റവും ഡീപ്പായിട്ട് പഠിക്കുന്ന ആരാണോ അവർക്കായിരിക്കും ഏത് രീതിയിൽ SCERT എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ട്രഡീഷണലി നമ്മൾ PSC പഠിക്കുന്ന പോലെ ജസ്റ്റ് കാണാപ്പാടം പഠിച്ച് കോഡൊക്കെ വെച്ച് പഠിച്ച് പോകാതിരിക്കുക. ഓക്കെ, നമ്മൾ എന്താണ് കാര്യം എന്നുള്ളത് കുറച്ച് മനസ്സിലാക്കി പഠിച്ചാലേ ഇപ്പോഴത്തെ ഒരു PSC ട്രെൻഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്സ്റ്റിലെ ടോപ്പിക്കുകൾ കണ്ടൊന്നും പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് തന്നെ എളുപ്പം തന്നെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാം. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, കാരണം ഒത്തിരി വാസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് 2 പാർട്ടായിട്ടായിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ പാർട്ട് നിങ്ങൾ ആദ്യം നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം മാത്രമേ നമ്മൾ 2ാമത്തെ പാർട്ട് എടുക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഉദ്ദീപനം അഥവാ സ്റ്റിമുലി എന്ന് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരിയോ നിങ്ങളറിയാതെ പുറകിൽ നിന്ന് വന്ന് ഒരു പിന്ന് വെച്ചിട്ട് കുത്ത് തരിക എന്ന് വിചാരിക്കുക. ആ കുത്ത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞെട്ടി അവിടുന്ന് മാറും അല്ലേ? അല്ലാതെ ആരും കുത്തും മേടിച്ച് അവിടെ തന്നെ നിൽക്കത്തില്ലല്ലോ അനങ്ങാതെ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താണ് ഉദ്ദീപനം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേദനയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഉണ്ടാക്കിയ വേദനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ഉദ്ദീപനത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ഇവിടെ തന്നേക്കുന്ന ഡെഫിനിഷൻ എന്താണ്? ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ലേ? എങ്ങനെയാണ് പ്രതികരിച്ചത്? കുത്ത് കിട്ടിയപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? അവിടുന്ന് ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി മാറി. അപ്പോൾ ചാടി മാറിയതിനെ പ്രതികരണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ കുത്തുമൂലമുണ്ടായ വേദനയെ സ്റ്റിമുലി അഥവാ ഉദ്ദീപനം എന്ന് പറയുന്നു. അപ്പോൾ പോയിന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഉദ്ദീപനം അഥവാ സ്റ്റിമുലി എന്താണെന്ന് മനസ്സിലായിട്ടൊന്ന് പതിപ്പിച്ചേക്കുക. ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ അല്ലേ. ഇപ്പം നമുക്ക് വേദനയാകാം, ചൂടാകാം, തണുപ്പാകാം അല്ലേ. ഇതെല്ലാം എന്താണ്? ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഉദ്ദീപനങ്ങളെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ബാഹ്യ ഉദ്ദീപനമെന്നും 2 ആന്തരിക ഉദ്ദീപനമെന്നും. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ബാഹ്യ ഉദ്ദീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പുറത്തുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ആന്തരിക ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. ഇനി രണ്ടിനും അവിടെ തന്നേക്കുന്ന എക്സാമ്പിൾ കൂടെ നോക്കിക്കേ. ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ് ചൂട്, തണുപ്പ്, അതുപോലെ തന്നെ ശബ്ദം. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്താണ്? നമ്മൾ ശരീരത്തിൻ്റെ പുറത്തു നിന്ന് സ്വീകരിക്കുന്ന ഉദ്ദീപനങ്ങളാണ്. ഇനി ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് എന്തൊക്കെയാണ്? വിശപ്പ്, അതുപോലെ തന്നെ ദാഹം. ഇനി നമുക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യാറുണ്ട്? കൂടാറുണ്ട് അല്ലേ. അതൊക്കെ എന്താണ്? ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഗ്രാഹികൾ അഥവാ സെൻസറി റിസപ്റ്റേഴ്സ് എന്താണെന്നുള്ളതാണ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദ്ദീപനത്തെ നമ്മുടെ ശരീരത്തിലോട്ട് സ്വീകരിക്കാൻ ഒരാൾ വേണം. ആ സ്വീകരിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദ്ദീപനം ഏതൊക്കെയാണ്? ചൂട്, തണുപ്പ്, വേദന. ഇതിനൊക്കെ ശരീരത്തിന് തിരിച്ചറിയണ്ടേ? ആ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദീപനങ്ങളെ നമ്മുടെ ശരീരത്തിലോട്ട് സ്വീകരിക്കുന്ന ആ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? സെൻസറി റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ എന്ന് വിളിക്കും. നമ്മുടെ ശരീരത്തിലെ ഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് നാഡീകോശങ്ങളുടെ അഗ്രഭാഗങ്ങളോ അല്ലെങ്കിൽ സവിശേഷ കോശങ്ങളോ ആയിരിക്കും. ഓക്കെ, അപ്പം ആരാണ് ഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓർത്ത് വെച്ചേക്കുക. ഒന്നല്ലെങ്കിൽ സവിശേഷ കോശങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാഡീകോശങ്ങളുടെ അഗ്രഭാഗമായിരിക്കും. അപ്പോൾ നാഡീകോശങ്ങൾ എന്താണെന്ന് പറയാത്തത് നമുക്കത് ഓൾറെഡി എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്നേരം നോക്കാം. ഇപ്പോൾ ജസ്റ്റ് നാഡീകോശം എന്നുള്ള വാക്ക് മാത്രം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഗ്രാഹികളാണ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നതെന്ന്. 2 ഘട്ടങ്ങളായിട്ടാണ് ഉദ്ദീപനങ്ങളെ ഗ്രാഹികൾ സ്വീകരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഘട്ടത്തെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നും 2ാമത്തെ ഘട്ടത്തെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നും പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ എന്താണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് നോക്കാം.
റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്തെങ്കിലും ഒരു ഉദ്ദീപനം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചിട്ട് വൈദ്യുത സന്ദേശങ്ങൾ രൂപപ്പെടും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ആവേഗങ്ങൾ അഥവാ സന്ദേശങ്ങൾ ബ്രെയിനിലോട്ട് പോകുന്നതൊക്കെ വൈദ്യുത ചാർജുകളുടെ രൂപത്തിലാണ്, അല്ലെങ്കിൽ വൈദ്യുത സന്ദേശങ്ങളായിട്ടാണ്. അപ്പോൾ ഈ വൈദ്യുത സന്ദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗ്രാഹിയുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുത ചാർജിലൊരു ചേഞ്ച് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജുകൾക്കിടയിൽ വട്ടയിട്ട് വെച്ചേക്കുന്നതുണ്ടോ? ഒരു എൻഡിൽ മാത്രം പോസിറ്റീവ് വരേണ്ടടുത്ത് നെഗറ്റീവ് വന്നു, നെഗറ്റീവ് വരേണ്ടടുത്ത് എന്തും വന്നു? പോസിറ്റീവ് വന്നിട്ടുണ്ട്. ആ പിക്ചറിൽ വട്ടയിട്ട് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ആ വട്ടയിട്ട് വെച്ചേക്കുന്ന ആ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ആവേഗങ്ങളായി മാറുകയും അത് നേരെ തലച്ചോറിലേക്ക് പോവുകയും ചെയ്യുന്നു. ആവേഗം എന്താണെന്ന് നമ്മൾ ന്യൂറോൺ പഠിക്കുന്നതോടെ പഠിക്കും. അപ്പോൾ ഇപ്പോൾ അത് ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇനി തലച്ചോറ് ചെന്ന് കഴിഞ്ഞാൽ തലച്ചോറാണ് എന്ത് ചെയ്യേണ്ടത്? പ്രതികരണം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ കൈക്കിട്ടൊരു സൂചി കൊണ്ടു അല്ലേ, അപ്പോൾ കൈ മാറ്റിക്കോടാ അല്ലെങ്കിൽ കാല് വലിച്ചോടാ എന്ന് പറയേണ്ടത് ആരാണ്? തലച്ചോറാണ്. ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക, തലച്ചോറ് മാത്രമല്ല സുഷുമ്നയും എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികരണത്തിന് സഹായിക്കുന്നുണ്ട്. അതും നമുക്ക് ആ ന്യൂറോണൊക്കെ പഠിക്കുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒരുപാടൊന്നും ചിന്തിച്ച് തല പുണ്ണാക്കണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം PSCക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ഒരു മാർക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം പഠിക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒന്ന്, എന്താണ് ഗ്രാഹി എന്ന് പഠിക്കുക. എന്താണ് ഗ്രാഹി? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന നാഡികളുടെ അഗ്രഭാഗമോ അല്ലെങ്കിൽ സവിശേഷ കോശങ്ങളോ അവയെ വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ. അടുത്ത പഠിക്കാനുള്ളത്, എങ്ങനെയാണ് ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത്? ആദ്യം എന്ത് രൂപപ്പെടുന്നു? റിസപ്റ്റർ പൊട്ടൻഷ്യൽ രൂപപ്പെടുന്നു. രണ്ടാമതായിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുന്നു. ഇനി അതെന്ത് ചെയ്യുന്നു? ആവേഗങ്ങളായിട്ട് തലച്ചോറിലെത്തിക്കുന്നു. ഇനി എന്താണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് രൂപപ്പെടുന്ന വൈദ്യുത സന്ദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസപ്റ്റർ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട ഗ്രാഹികൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുത ചാർജിലൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് വട്ടയിട്ട് കാണിച്ചിട്ടുണ്ട്, അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് എന്ത്? ന്യൂറോണിലെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നുള്ളത്. അടുത്ത എന്താണ് സംഭവിച്ചത്? ആക്ഷൻ പൊട്ടൻഷ്യലിനെ ആവേഗങ്ങൾ അഥവാ ഇമ്പൽസ് ആക്കിയ ശേഷം നാഡീകോശങ്ങൾ തലച്ചോറിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ നാഡീകോശം എന്താണെന്നുള്ളതും ആവേഗങ്ങൾ എന്താണെന്നും നമുക്ക് വേറെ ചാപ്റ്ററിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങളപ്പോൾ നന്നായിട്ട് മനസ്സിലോട്ട് കയറ്റുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുസംവേദനങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ പ്രത്യേക സംവേദനങ്ങൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ എഴുതിയേക്കുന്നതൊന്നും വെച്ച് കണ്ട് പേടിക്കേണ്ട, സിമ്പിളായിട്ട് പറഞ്ഞു തന്നേക്കാം. സംഭവം ഇത്രേ ഉള്ളൂ. നമുക്കൊരു സംവേദനത്തെ തിരിച്ചറിയാൻ ഒരു പ്രത്യേക അവയവത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ അതിനെ നമ്മൾ പൊതുസംവേദനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേക സംവേദനം? നമുക്കൊരു സംവേദനത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിന് വേണ്ടിയിട്ടൊരു അവയവം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരം സംവേദനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രത്യേക സംവേദനങ്ങൾ. ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ കാഴ്ച എന്ന് പറയുന്ന ഒരു സംവേദനത്തെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ കണ്ണിന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ? ചെവി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റത്തില്ല. ചെവി കൊണ്ടെന്നല്ല, കണ്ണൊഴികെ വേറൊരു അവയവം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റത്തില്ല. അപ്പോൾ കാഴ്ച എന്ന് പറയുന്ന സംവേദനം എന്തിന് ഉദാഹരണമാണ്? പ്രത്യേക സംവേദനത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ കേൾവി അല്ലേ? കേൾക്കണമെങ്കിൽ ചെവി കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നാക്കുകൊണ്ടോ മൂക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ കേൾവി എന്ന് പറയുന്ന ആ ഒരു സംവേദനത്തെ നമുക്ക് എന്തെന്ന് പറയാം? പ്രത്യേക സംവേദനമെന്ന് പറയാം. അപ്പോൾ പ്രത്യേക സംവേദനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പൊതുസംവേദനത്തിന് ഉദാഹരണം നോക്കിക്കേ. ഇപ്പോൾ വേദന അറിയാനായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഗൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ നമുക്ക് പുറത്തായാലും വേദന എടുക്കും, ചിലപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലായാലും വേദന എടുക്കും അല്ലേ? അപ്പോൾ വേദനയെ തിരിച്ചറിയാൻ പ്രത്യേക അവയവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വേദന എന്ന് പറയുന്നത് എന്താണ്? പൊതുവായൊരു സംവേദനമാണ് വേദന, മർദ്ദം, ചൂട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. എന്താണ് പൊതുസംവേദനം എന്ന് പഠിക്കുക. പ്രത്യേക അവയവം ആവശ്യമില്ലാത്തതാണ് എന്ത്? പൊതുസംവേദനം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രത്യേക സംവേദനം? ഒരു പ്രത്യേക ശരീരാവയവത്തിലൂടെ മാത്രമേ അതിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണിനെ പറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇത്ര വലിയ ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട, നമുക്കത് സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാം. നമുക്കിവിടെ 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നേത്രകോടരം, രണ്ടാമത്തത് നേത്രപേശികൾ, 3 കൺപീലി, അതുപോലെ തന്നെ കൺപോള, അതുപോലെ തന്നെ കണ്ണുനീർ ഗ്രന്ഥി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് നേത്രകോടരമെന്നും അതുപോലെ തന്നെ നേത്രപേശികളെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നേത്രകോടരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ തലയോട്ടിയിലെ 2 കുഴികളിലാണ് നമ്മുടെ കണ്ണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഈ കുഴികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നേത്രകോടരം.
ഇനി എന്താണ് നേത്രപേശികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേത്രകോടരത്തിലെ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്ന പേശികളാണെന്ത് നേത്രപേശികൾ എന്ന് പറയുന്നത്. അപ്പോൾ നേത്രകോടരം എന്താണ്? നമ്മുടെ തലയോട്ടിയിലെ 2 കുഴികളാണ് നേത്രകോടരം. അതിൻ്റെ ഉള്ളിലാണ് കണ്ണിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്തുപയോഗിച്ചാണ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? നേത്രപേശികൾ ഉപയോഗിച്ചാണ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2 കാര്യവും ക്ലിയറായേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിൻ്റെ കുറച്ച് സംരക്ഷണങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയ അവയവമാണ് എന്തെന്ന് പറയുന്നത്? കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് കണ്ണിലെ പ്രൊട്ടക്ഷൻ നോക്കിക്കേ. ഒന്നാമത്തത് കൺപീലികൾ, രണ്ടാമത്തത് കൺപോള, അതുപോലെ തന്നെ കണ്ണുനീർ ഗ്രന്ഥിയുണ്ട് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരെണ്ണം കൂടെയുണ്ട് കൺജക്റ്റൈവ. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് കൺപീലി എന്താ ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ? പെട്ടെന്നുള്ള പൊടിപടലങ്ങളും പ്രാണികളൊന്നും നമ്മുടെ കണ്ണിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കൺപീലികൾ നിൽക്കുന്നത്. അപ്പോൾ അതൊരു കണ്ണിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൺപോളകൾ. നമുക്കറിയാം എന്തെങ്കിലും പെട്ടെന്നൊരു സാധനം നമ്മുടെ കണ്ണിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ കൺപോള എന്ത് ചെയ്യും? അടഞ്ഞു കളയും. അപ്പോൾ അത് കണ്ണിനെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് തടയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൺപോളയും നമുക്ക് അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അടുത്ത നമ്മുടെ ഒരു പ്രൊട്ടക്ഷനാണ് കൺജക്റ്റൈവ അഥവാ നേത്രാവരണം എന്ന് പറയുന്നത്. അപ്പോൾ നേത്രാവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കൃഷ്ണമണി ഒഴികെ നമ്മൾ ഒരു വൈറ്റ് കളറിൽ കാണപ്പെടുന്ന പോർഷനില്ലേ, അപ്പോൾ ആ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന പോർഷനെ ദൃഢപടലം എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറമെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് നേത്രാവരണം അഥവാ കൺജക്റ്റൈവ എന്ന് പറയുന്നത്. ഇതും കണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഭാഗമാണ്. ഇതെങ്ങനെയാണ് പ്രൊട്ടക്ഷൻ തരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണൊരിക്കലും ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടാവും. നമ്മുടെ കണ്ണിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കണ്ണിലെപ്പോഴും തൊടുന്നത് നല്ലതല്ല, എന്നാലും നമുക്കത് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ കണ്ണിനെ ഈർപ്പമുള്ളതാക്കി നിർത്തുന്നതും അതുപോലെ തന്നെ പൊടിപടലങ്ങളും മറ്റു പ്രാണികളൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ലെയറാണ് ഏതാ? നമ്മുടെ നേത്രാവരണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്ന ഒരു ലെയറാണ് ഏത്? നേത്രാവരണം അഥവാ കൺജക്റ്റൈവ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണുനീർ ഗ്രന്ഥികളെ പറ്റിയാണ്. കണ്ണുനീർ ഗ്രന്ഥികളും നമ്മുടെ കണ്ണിലൊരു പ്രൊട്ടക്ഷൻ സംവിധാനമാണ്. അതെങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കണ്ണുനീർ ഗ്രന്ഥി എന്തുൽപ്പാദിപ്പിക്കുന്നുണ്ട്? കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണെപ്പോഴും എന്ത് ചെയ്യും? ഈർപ്പമുള്ളതായിട്ടിരിക്കും, ഡ്രൈ ആയി പോകത്തില്ല. അപ്പോൾ ആ രീതിയിലൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണുനീരിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അണുനാശിനിയാണ്. അപ്പോൾ കണ്ണിലോട്ട് പ്രവേശിക്കുന്ന പൊടികളും ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ലൈസോസൈം സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണിന് പോഷകങ്ങളും മറ്റും ലഭ്യമാക്കുന്നതിനും ആര് സഹായിക്കുന്നുണ്ട്? കണ്ണുനീർ ഗ്രന്ഥികൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കണ്ണിലുള്ള പ്രൊട്ടക്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒന്ന് നേത്രകോടരം അല്ലേ? എന്താ നേത്രകോടരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ഉറപ്പിച്ചിരിക്കുന്ന തലയോട്ടിലെ കുഴികളാണ്. ഇനി എന്താണ് നേത്രപേശികൾ? നേത്രപേശികൾ വഴിയാണ് നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ച് നിർത്തുന്നത്. ഇനി കണ്ണിലെ പ്രൊട്ടക്ഷൻ ഏതൊക്കെയാണ്? കൺപീലിയുണ്ട്, കൺപോളയുണ്ട്, കണ്ണുനീർ ഗ്രന്ഥിയുണ്ട്, അതുപോലെ തന്നെ കൺജക്റ്റൈവയുണ്ട്. എങ്ങനെയാണ് കൺപീലിയും കൺപോളയും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്? കൺപീലി എന്ത് ചെയ്യുന്നു? പൊടിപടലങ്ങളും പ്രാണികളൊന്നും കയറാതെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു. കൺപോളയാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്തെങ്കിലും കണ്ണിനോട്ട് വന്നു കഴിഞ്ഞാൽ അടഞ്ഞു കളയും. അപ്പോൾ അത്തരത്തിൽ കൺപോളയും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇനി കൺജക്റ്റൈവ എന്താ ചെയ്യുന്നത്? കണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? കൺജക്റ്റൈവ എന്ന് പറയുന്നത് അല്ലേ? അത് കണ്ണിനെ ഈർപ്പമുള്ളതാക്കി നിർത്തുകയും അതുപോലെ തന്നെ പൊടിപടലങ്ങളും മറ്റൊന്നും കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി കണ്ണുനീർ ഗ്രന്ഥി എങ്ങനെയാണ് നമുക്ക് സംരക്ഷണം തരുന്നത്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈമാണ് എന്ത്? ലൈസോസൈം. അതൊരു അണുനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിനെ എപ്പോഴും ഈർപ്പമുള്ളതാക്കി നിർത്താനും കണ്ണുനീർ ഗ്രന്ഥി നമ്മളെ സഹായിക്കുന്നുണ്ട്. കണ്ണുനീർ ഗ്രന്ഥി എവിടെ ഇരിക്കുന്നത്? കൺപോളകൾക്ക് മുകളിലായിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിനെ പറ്റിയാണ്. അപ്പോൾ കണ്ണിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും വലിയ പടം കണ്ടൊന്നും പേടിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് വായിച്ച് വിടുക. അതിനെ പറഞ്ഞേക്കുന്നത് എന്താണ്? ദൃഢപടലമുണ്ട്, സ്ക്ലീറ അല്ലേ? അതുപോലെ തന്നെ രക്തപടലം അഥവാ കൊറോയിഡുണ്ട്. മൂന്നാമത് ദൃഷ്ടിപടലം അഥവാ റെറ്റിനയുണ്ട്. അടുത്തത് പീതബിന്ദു അഥവാ മാക്യൂളയുണ്ട്. പിന്നെ നേത്രനാടി അഥവാ ഒപ്റ്റിക് നെർവ്, അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. പിന്നെ ഇപ്പുറത്ത് വരെ നോക്കിക്കേ, സീലിയറി പേശി വരുന്നുണ്ട്, കോർണിയ വരുന്നുണ്ട്, ഐറിസ് വരുന്നുണ്ട്, പ്യൂപ്പിൾ വരുന്നുണ്ട്, ലെൻസ് വരുന്നുണ്ട്, അക്വസറ വരുന്നുണ്ട്, വിട്രിയസറ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ പേര് മാത്രം ഒന്ന് വായിച്ച് വെച്ചാൽ മാത്രം മതി. ഇപ്പം പടമൊന്നും കണ്ട് ഞെട്ടണ്ട, നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഇത് പഠിച്ചു തീർക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു പടം ഒന്ന് എൻലാർജ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ണിൻ്റെ 3 പാളികളെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ പാളിയുടെ പേരാണ് ദൃഢപടലം, രണ്ടാമത്തെ പാളിയുടെ പേരാണ് രക്തപടലം,
അതുപോലെ തന്നെ മൂന്നാമത്തെ പാളിയുടെ പേരാണ് ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയും, രക്തപടലം അഥവാ കൊറോയിഡ് എന്ന് പറയും, ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഓക്കെ, പീതബിന്ദു എന്നുള്ളത് ദൃഷ്ടിപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിവിടെ നോക്കേണ്ട. 3 പാളികളെ പറ്റി നമുക്ക് നോക്കാം. അത് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്ലീറ അഥവാ ദൃഢപടലമാണ്. അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ആ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ആ ഒരു പാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ കണ്ണിന് ദൃഢതയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ക്ഷതങ്ങളിൽ നിന്നൊക്കെ കണ്ണിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദൃഢപടലം എന്താണെന്ന് ക്ലിയറായേ. രണ്ടാമത്തത് അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന രക്തപടലമാണ് അഥവാ കൊറോയിഡ്, അല്ലേ, മധ്യപാളിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ചുവന്ന നിറത്തിൽ കാണാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രക്തക്കുഴലുകളും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? നമ്മുടെ രക്തപടലത്തിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ രക്തപടലത്തിൻ്റെ ജോലി എന്തായിരിക്കും? കണ്ണിലോട്ട് ആവശ്യമായിട്ടുള്ള രക്തവും അതുപോലെ തന്നെ പോഷകവും ഓക്സിജനൊക്കെ എത്തുന്നത് ഇതിലൂടെയാണ്, രക്തപടലത്തിലൂടെയാണ്. ഇനി അടുത്തത് ഏറ്റവും ഉള്ളിലിരിക്കുന്ന ആന്തരിക പാളിയാണ്, അല്ലേ. അതിൻ്റെ പേരാണ് എന്ത്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന. നമ്മുടെ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. നമ്മുടെ കണ്ണിൽ പ്രതിബിംബം അഥവാ ഇമേജ് രൂപപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? റെറ്റിന അഥവാ ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. നമ്മളൊരു വസ്തുവിനെ കാണണമെങ്കിൽ ആ വസ്തുവിൻ്റെ ഇമേജ് എന്ത് ചെയ്യണം? കണ്ണിൽ രൂപപ്പെടണം. ആ രൂപപ്പെട്ട ഇമേജ് എവിടെ എത്തണം? തലച്ചോറിലെത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നാലേ നമുക്കൊരു വസ്തുവിൻ്റെ ഇമേജ് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം 3 ലെയറും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ണിൻ്റെ ആ 3 പാളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞേക്കണം. ദൃഢപടലം, ദൃഷ്ടിപടലം, അതുപോലെ തന്നെ രക്തപടലം. ഓക്കെ, ഇനി ഏറ്റവും പുറമേ ഇരിക്കുന്ന ബാഹ്യപാളിയാണ് ഇതെന്ന് പറയുന്നത് ദൃഢപടലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതിരിക്കുന്ന ചുവന്ന നിറത്തുള്ള പാളിയാണ് രക്തപടലം എന്ന് പറയുന്നത്. ഏറ്റവും ഉള്ളിലിരിക്കുന്ന പാളിയാണ് എന്തെന്ന് പറയുന്നത്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിൻ്റെ 3 പാളികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ 3 പാളികളുടെ ഭാഗമായിട്ട് വരുന്നതാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ. അപ്പോൾ അത് ഓരോന്നും ഏതാണെന്ന് നമുക്ക് ഓരോ ലെയർ തിരിച്ച് പഠിച്ചേക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് കോർണിയ എന്താണെന്നുള്ളതാണ്. നോക്കിക്കേ, കോർണിയ ആരുടെ ഭാഗമായിട്ടാണ് വരുന്നത്? ഏറ്റവും പുറമേ ലെയറായിട്ടുള്ള ദൃഢപടലത്തിൻ്റെ ഭാഗമായിട്ടാണ് കോർണിയ വരുന്നത്. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ മുൻഭാഗത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ കൃഷ്ണമണി പോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷനില്ലേ, ആ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർണിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കാണണമെങ്കിൽ പ്രകാശം ഉള്ളിലോട്ട് പ്രവേശിക്കണം, അല്ലേ. ആ പ്രകാശത്തെ ഉള്ളിലോട്ട് കടത്തിവിടുന്ന സുതാര്യമായിട്ടുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. ഇനി കോർണിയ ആരുടെ ഭാഗമായിട്ടാണ് വരുന്നത്? ദൃഢപടലത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ദൃഢപടലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോർണിയ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലെൻസ്, അതുപോലെ തന്നെ സീലിയറി പേശികൾ, അതുപോലെ തന്നെ ഐറിസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 3ഉം ആരുടെ ഭാഗമാണ്? രക്തപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ലെൻസ് എന്താണെന്ന് നോക്കാം, അല്ലേ. നമുക്കറിയാം കണ്ണിൽ ഇമേജ് രൂപപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലെൻസ് ഉണ്ടാവണം, അല്ലേ. നമ്മുടെ കണ്ണിലിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. മറന്നു പോകരുത്, നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ പേരാണ് കോൺവെക്സ് ലെൻസ്. ഇനി ഇതിനെന്താണ് സഹായിക്കുന്നത്? ചെറുതും അതുപോലെ തന്നെ തലകീഴായിട്ടുള്ളതും അതുപോലെ തന്നെ യഥാർത്ഥവുമായിട്ടുള്ള പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ലെൻസിൻ്റെ ജോലി എന്താടാ? ചെറുതും തലകീഴായിട്ടുള്ളതും യഥാർത്ഥവുമായിട്ടുള്ള പ്രതിബിംബം എവിടെ രൂപപ്പെടുത്തും? നമ്മുടെ റെറ്റിന അഥവാ ദൃഷ്ടിപടലത്തിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആരുടെ ജോലി? ലെൻസിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലേ. ഒന്ന്, കണ്ണിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. ഇനി എത്തരത്തിലുള്ള ഇമേജാണ് കണ്ണിൽ രൂപപ്പെടുന്നത്? ചെറുതാണ്, യഥാർത്ഥമാണ്, തലകീഴായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം എല്ലാ പോയിന്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി എവിടെയാണ് ഇമേജ് രൂപപ്പെടുന്നത്? റെറ്റിന അഥവാ ദൃഷ്ടിപടലത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ലെൻസിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീലിയറി പേശികളെ പറ്റിയാണ്. അപ്പോൾ സീലിയറി പേശിയും ആരുടെ ഭാഗമായിട്ടാണ് വരുന്നത്? രക്തപടലത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സീലിയറി പേശിയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസിനെ കണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ആരുടെ ജോലി? സീലിയറി പേശികളുടെ ജോലി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സീലിയറി പേശികൾ ചുരുങ്ങുന്നതും വികസിക്കുന്നതിനും അനുസരിച്ചിട്ട് കണ്ണിലെ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടും. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കളെയും അതുപോലെ തന്നെ അകലെയുള്ള വസ്തുക്കളെയും കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. അപ്പോൾ ഇത്തരത്തിലെ സീലിയറി പേശികളുടെ ഒരു പ്രവർത്തനം മൂലമാണ് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? സീലിയറി പേശികളുടെ പ്രവർത്തനം മൂലം ലെൻസിൻ്റെ വക്രത കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പച്ച മലയാളത്തിൽ നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്ന എന്തിനെയാണ്? ഐറിസിനെയാണ്. ഓക്കെ, നമ്മുടെ ഒരു കാപ്പിപ്പൊടി കളറിലായിരിക്കും കാണപ്പെടുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും. ചില ആൾക്കാർക്ക് കളർ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ പൂച്ചക്കണ്ണെന്നൊക്കെ പറയാറുണ്ട്, അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കളറിൽ വ്യത്യാസം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിസിൽ അടങ്ങിയിരിക്കുന്ന ഒരു കളർ പിഗ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ്
മെലാനിൻ. പേരോർത്ത് വെക്കുക, മെലാനിൻ. അപ്പോൾ ഈ മെലാനിനുള്ള വ്യത്യാസം മൂലമാണ് എന്തിൽ വ്യത്യാസം വരുന്നത്? ഐറിസിൻ്റെ നിറത്തിൽ വ്യത്യാസം വരുന്നത്. ഇനി കൃഷ്ണമണിക്ക് കളർ കൊടുക്കുക എന്ന് മാത്രമല്ല മെലാനിൻ്റെ ജോലി, അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് കണ്ണിനൊരു സംരക്ഷണവും കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് ഐറിസിൻ്റെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിലോട്ടുള്ള പ്രകാശത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലേ? ഒരുപാട് പ്രകാശം വരുവാണെങ്കിൽ ആ ഒരു പ്രകാശത്തിൻ്റെ അളവ് കുറക്കുക. അതുപോലെ തന്നെ പ്രകാശം കിട്ടുന്നില്ല എങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വികസിച്ചിട്ട് കൂടുതൽ പ്രകാശത്തെ കണ്ണിലോട്ട് പ്രവേശിപ്പിക്കുക. ഇതാണ് ഐറിസിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഐറിസിലൂടെ ഉള്ളിലോട്ട് കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐറിസിൻ്റെ നടുക്കൊരു കുഞ്ഞു സുഷിരം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് പ്യൂപ്പിൾ. അപ്പോൾ പ്യൂപ്പിൾ എന്നുള്ള പേര് ഓർത്ത് വെക്കുക. ഐറിസിൻ്റെ നടുക്ക് കാണപ്പെടുന്ന ഒരു കുഞ്ഞു വട്ടമാണ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ആ വട്ടം വലുതാകുകയും ചെറുതാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ പ്യൂപ്പിളിലൂടെയാണ് പ്രകാശം ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ രക്തപടലത്തിൻ്റെ ഭാഗമായിട്ടുള്ള 3 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തത് ലെൻസ്, രണ്ടാമത്തത് സീലിയറി മസിൽസ്, മൂന്നാമത്തത് ഐറിസ്. മൂന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ദൃഢപടലത്തിൻ്റെയും അതുപോലെ തന്നെ രക്തപടലത്തിൻ്റെയും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്? പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ദൃഷ്ടിപടലത്തിൻ്റെ ഭാഗങ്ങളെ പറ്റിയാണ്. അപ്പോൾ ദൃഷ്ടിപടലത്തിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രാഹീകോശങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. നേത്രനാടി തുടങ്ങുന്നൊരു പോർഷനാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ അന്ധബിന്ദു എന്ന് പറയുന്നത്. അവിടെ ഗ്രാഹീകോശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇമേജ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇമേജ് രൂപപ്പെടുന്നത് അന്ധബിന്ദുവിലാണെങ്കിൽ നമുക്ക് ഇമേജിനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അന്ധബിന്ദു എന്നുള്ളൊരു പേര് വന്നത്. ഓക്കെ, അപ്പോൾ അന്ധബിന്ദു എവിടെയാണ് കാണപ്പെടുന്നത്? നാഡീകോശം തുടങ്ങുന്ന ഭാഗത്താണ് അന്ധബിന്ദു കാണപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഇമേജിനെ റിസീവ് ചെയ്യാനായിട്ട് ഗ്രാഹീകോശങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇമേജ് എന്ത് ചെയ്യത്തില്ല? രൂപപ്പെടുകയും ഇല്ല. അതുകൊണ്ടാണ് നമ്മളതിനെ എന്തെന്ന് വിളിച്ചത്? അന്ധബിന്ദു എന്ന് വിളിച്ചത്. ക്ലിയർ അല്ലേ? അടുത്തത് ദൃഷ്ടിപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഏത്? നേത്രനാഡി എന്ന് പറയും. അപ്പോൾ നേത്രനാഡിയുടെ ജോലി എന്താ? അവിടെ രൂപപ്പെട്ട ഇമേജിനെ എവിടെ എത്തിക്കുക? തലച്ചോറിലെത്തിക്കുക, അല്ലേ? അപ്പോൾ തലച്ചോറിലെത്തിയാൽ മാത്രമേ നമുക്കൊരു വസ്തുവിൻ്റെ ഇമേജിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ റെറ്റിനയിൽ അഥവാ ദൃഷ്ടിപടലത്തിൽ രൂപപ്പെട്ട ഇമേജിനെ തലച്ചോറിൽ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? നമ്മുടെ നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന പോർഷനാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്യൂള, അല്ലെങ്കിൽ പറയുന്ന പേരാണ് പീതബിന്ദു. അപ്പോൾ കണ്ണിൽ ഇമേജ് ഫോം ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പീതബിന്ദുവിലാണ്. കാരണം അവിടെയാണ് ഈ സാധനങ്ങളെ റിസീവ് ചെയ്യാനുള്ള ഗ്രാഹീകോശങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ കണ്ണിൽ എവിടെ വേണം ഇമേജ് ഫോം ചെയ്യാൻ? ഒരു റെറ്റിനയുടെ പീതബിന്ദുവിൽ വേണം ഇമേജ് ഫോം ചെയ്യാൻ. ആ റെറ്റിനയുടെ പീതബിന്ദുവിൽ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം അവിടെയാണ് ആ ഇമേജുകളെ റിസീവ് ചെയ്യാനുള്ള ഗ്രാഹീകോശങ്ങൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് ആ റെറ്റിന അഥവാ ദൃഷ്ടിപടലത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പഠിക്കാനുണ്ട്. അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റെറ്റിനയുടെ ക്രോസ് സെക്ഷനാണ്. റെറ്റിനയെ നമ്മൾ മലയാളത്തിൽ ദൃഷ്ടിപടലം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് രൂപപ്പെടുന്നത് ദൃഷ്ടിപടലത്തിലാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത് പറയുന്നത് പ്രകാശഗ്രാഹികളുള്ള പാളി, രണ്ടാമതെന്ന് പറയുന്നത് ബൈപോളാർ കോശപാളി, മൂന്നാമതെന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ കോശപാളി. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രകാശഗ്രാഹികളുള്ള പാളി. അപ്പോൾ ഈ ഒരു പാളിയാണ് എന്ത് ചെയ്യുന്നത്? ഇമേജിനെ സ്വീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇമേജിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഒന്നാമത്തതിൻ്റെ പേര് റോഡ് കോശമെന്നും രണ്ടാമത്തതിൻ്റെ പേര് കോൺ കോശമെന്നും പറയും. ഓക്കെ, റോഡ് കോശത്തിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺ കോശങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളേർഡ് ആയിട്ടുള്ള, അതായത് നിറങ്ങളുള്ള ഇമേജിനെ എന്ത് ചെയ്യുക? സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് എളുപ്പം ഓർത്ത് വെക്കാം. എടാ റോഡ് കോശം, നമ്മുടെ റോഡ് ഓർത്തേ, ടാറൊക്കെ ഇട്ടാൽ ഏതാ കളറ്? ബ്ലാക്ക് അല്ലേ കളറ്? ഇനി ആ റോട്ടിൽ നമുക്കറിയാം കുറേ വരകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും നടുക്കൊക്കെ. അതേത് കളറിലാണ്? വെള്ള കളറിലല്ലേ? അപ്പം ബ്ലാക്കും വൈറ്റും ആയില്ലേ? അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷന് സഹായിക്കുന്നതാണ് റോഡ് കോശങ്ങൾ. ഇനി കോൺ കോശം എന്താണ്? കളേർഡ് വിഷനാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കോൺ ഐസ്ക്രീമിൻ്റെ കാര്യം ഓർത്താൽ മതി. നമ്മൾക്ക് കോൺ ഐസ്ക്രീം പല നിറത്തിൽ കിട്ടത്തില്ലേ? അപ്പോൾ കളേർഡ് വിഷന് സഹായിക്കുന്നത് കോൺ കോശങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷന് സഹായിക്കുന്നത് റോഡ് കോശങ്ങളുമാണ്. അടുത്തത് ബൈപോളാർ കോശപാളിയാണ്. എടാ ഒന്നുമില്ല, നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശവും കോൺ കോശവും ഇമേജിനെ സ്വീകരിച്ചില്ലേ? അത് നേരെ ബൈപോളാർ കോശങ്ങൾക്ക് കൊടുക്കും. ബൈപോളാർ കോശം അതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഗാംഗ്ലിയോൺ കോശപാളിക്ക് കൊടുക്കും. അപ്പോൾ ബൈപോളാറിൻ്റെ ജോലി എന്ത് മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങൾ സ്വീകരിച്ചതിനെ മേടിച്ചിട്ട് അത് ആർക്ക് കൊടുക്കുക? ആ ഗാംഗ്ലിയോൺ കോശപാളികൾക്ക് കൊടുക്കുക. ഓക്കെ ആണേ? ഇനി ഗാംഗ്ലിയോൺ കോശപാളി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കിട്ടിയ ഇമേജിനെ നേരെ ആർക്ക് കൊടുക്കുക?
നമ്മുടെ നേത്രനാടിക്ക് കൊടുക്കുക. ഓക്കെ, നേത്രനാടി എന്ത് ചെയ്യും? അത് തലച്ചോറിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ തലച്ചോറിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ ഇമേജിനെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ആണെങ്കിൽ അതെന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. കാരണം നമ്മുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, PSC ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? മാർക്ക് കിട്ടണം. ഓക്കെ ആണേ. അപ്പോൾ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ബൈപ്പോളർ കോശപാളികളിൽ 2 തരം കോശങ്ങളുണ്ട്. ഒന്നാമത്തത് ഓൺ ബൈപ്പോളാറും രണ്ടാമത്തത് ഓഫ് ബൈപ്പോളാറും. ഇവരെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് കാഴ്ച സാധ്യമാക്കാനാണ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പുറകെ പഠിക്കും. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ബൈപ്പോളർ കോശപാളികളിൽ 2 തരം കോശമുണ്ട്. ഒന്നാമത്തേത് ഓൺ ബൈപ്പോളാറും രണ്ടാമത്തേത് ഓഫ് ബൈപ്പോളാറും. അത് മാത്രം ഒന്ന് മനസ്സിലോട്ട് വെച്ചേക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിലെ 2 അറകളെ പറ്റിയാണ്. ഓക്കെ, കണ്ണിൽ മെയിനായിട്ടും 2 അറകളാണുള്ളത്. അതിലാദ്യത്തതിനെ അക്വസ് അറ അഥവാ അക്വസ് ചേംബർ എന്നും അതുപോലെ രണ്ടാമത്തതിനെ വിട്രിയസ് ചേംബർ അഥവാ വിട്രിയസ് അറ എന്നുമാണ് വിളിക്കുന്നത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കോർണിയയ്ക്കും അതുപോലെ തന്നെ ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന ചെറിയ അറയെ വിളിക്കുന്ന പേരാണ് അക്വസ് അറ അഥവാ അക്വസ് ചേംബർ എന്ന് പറയുന്നത്. നമ്മൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ പച്ച കളറിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ അക്വസ് ഹ്യൂമർ അഥവാ അക്വസ് ദ്രവത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ആവശ്യമായിട്ടുള്ള പോഷകം, ഓക്സിജൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ലെൻസിലെയും കണ്ണിൻ്റെ അടക്കമുള്ള ആ ഒരു മർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഇനി ഈ അക്വസ് ഹ്യൂമർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ടിഷ്യൂ ദ്രവമൊക്കെ ഫോം ചെയ്യുന്ന പോലെ തന്നെ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് തിരിച്ച് ബ്ലഡിലോട്ട് തന്നെ ആഗിരണം ചെയ്യപ്പെട്ട് പോകുന്ന ഒരു ദ്രവമാണേത്? നമ്മുടെ അക്വസ് ഹ്യൂമർ അഥവാ അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് ബ്ലഡിലോട്ട് തിരിച്ചു പോകും എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തേക്കുക, കണ്ണിന് പോഷകവും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിട്രിയസ് ചേംബർ അഥവാ വിട്രിയസ് അറയെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അക്വസ് ചേംബറിനേക്കാളും വലുതാണ് ഏതെന്ന് പറയുന്നത്? വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് വിട്രിയസ് ഹ്യൂമർ അഥവാ വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ഒരു ജെല്ലി പോലത്തെ ഒരു ഫ്ലൂയിഡാണ് വിട്രിയസ് ദ്രവം. അപ്പോൾ ഇതിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ദൃഢത കൊടുക്കുക അല്ലെങ്കിൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കാം, നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഒരു ഐസ്ക്രീം ബോളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഐസ്ക്രീമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജോലി എന്താണ്? ഒരു റിജിഡായിട്ടുള്ള ഒരു ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 അറകളും അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ണെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഒരു ക്ലാസ്സും കൂടെയുണ്ട്. 2 പാർട്ടായിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ ക്ലാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വാസ്റ്റായി പോകും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് പഠിച്ച് നന്നായിട്ട് മനസ്സിലോട്ട് കയറി കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ തരേണ്ടതാണ്. ഒരുപാട് എഫേർട്ടും അതുപോലെ തന്നെ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.